نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأحباب في الله أوصيكم وإياي بتقوى الله സർവാധിനാഥനായ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും കണിശമായി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് ഇഹലോകത്തോട് വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മഹ്ശറയിലെത്തുന്ന മനുഷ്യൻ അവൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ നിങ്ങളെ ഒന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ഈ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് നാം എല്ലാവരും. കുടുംബ സംഗമങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പ് സംഗമങ്ങൾ, കൂടെ പഠിച്ചവരുടെ സംഗമങ്ങൾ, അങ്ങനെ വിവിധ രൂപത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. ആ സംഗമങ്ങളിലെല്ലാം തന്നെ സുഭിക്ഷമായ ഭക്ഷണവും അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു സംഗമമാണ് നമ്മൾ ഇഹലോകത്ത് സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ള സഹോദര സഹോദരി, മഹ്ശറ എന്ന് പറയുന്ന വലിയൊരു സംഗമത്തിൽ പങ്കെടുക്കേണ്ടവരാണ് നാം എല്ലാവരും. എനിക്കതിന് പറ്റില്ല, സമയമില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനത്തെ ഒരു മഹാസംഗമമാണ് പാരത്രിക ലോകത്ത് വെച്ച് നടക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകം യാത്ര പുറപ്പെട്ട് നമ്മളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇഹലോകം നമ്മളിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പരലോകത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. അപ്പം ഇഹലോക ജീവിതത്തിൽ ഓരോ മണിക്കൂറുകളും സെക്കൻഡുകളും നമ്മൾ പാരത്രിക ലോകത്തേക്ക് യാത്ര അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ആ പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച്
നമ്മെ അറിയിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ആ സംഗമത്തിൽ, ആ മഹ്ശറ സംഗമത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകുവാനോ മാറി നിൽക്കുവാനോ സാധ്യമല്ല എന്നും നമ്മെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച ലോകരക്ഷിതാവായ തമ്പുരാൻ അത് പൂർണ്ണമായി നടപ്പിൽ വരുത്തുക തന്നെ ഞാൻ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയും ചെയ്തു. അള്ളാഹു പറയുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്തഖ മിനല്ലാഹി ഹദീസ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനേ ഇല്ല കേട്ടോ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സഹായാഭ്യർത്ഥന നടത്തുകയും നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുവാൻ പാടില്ല. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനേ ഇല്ല എന്ന് വളരെ കർശനമായി ആ ആയത്തിൻ്റെ മുൻപന്തിയിൽ അള്ളാഹു നമ്മെ അറിയിച്ചു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ലാ യജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി. ആ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ എന്ന് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിലെ ഭൗതികവാദികളായ പല ആളുകളും പാരത്രിക ലോകത്തെ നിഷേധിക്കാറുണ്ട്. പക്ഷേ നിഷേധനം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു, മൻ അസ്തഖ മിനല്ലാഹി ഹദീസ. സത്യസന്ധമായി കാര്യങ്ങൾ പറയുവാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുകയാണ്. അപ്പൊ പാരത്രിക ലോകമുണ്ട് എന്നും അതിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അതിൽ സത്യസന്ധമായ വർത്തമാനം നമുക്ക് പറഞ്ഞു തരുവാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ട എന്നും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി നമ്മൾ ചെല്ലുന്ന ആ മഹ്ശറയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമ്മുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെളുത്ത നിറമുള്ള ചുവപ്പ് കലർന്ന മാവുണ്ട പോലെയുള്ള ഒരു ഭൂമിയിലാണ് പാരത്രിക ലോകത്ത് മനുഷ്യരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. ആ ഭൂമിയിൽ മനുഷ്യന്റെ ഒരു അടയാളവും കാണുവാൻ സാധ്യവുമല്ല. അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചേലാകർമ്മം ചെയ്യാതെയും നഗ്നരായിക്കൊണ്ടും ആയിരിക്കും അവിടെ മനുഷ്യരെ ഞാൻ ഒരുമിച്ച് കൂട്ടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഗ്നരായി സ്ത്രീ പുരുഷന്മാരെ അവിടെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന, നഗ്നരായി ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അന്യോന്യം അവരുടെ ഹൗറത്തുകൾ കാണുകയില്ലേ പടച്ച നബിയെ എന്ന് ചോദിച്ചപ്പോൾ, യാ ആയിഷ, അന്നത്തെ ദിനത്തിൻ്റെ ഗൗരവം അത്രമാത്രമായിരിക്കും. കാരണം മനുഷ്യൻ തൻ്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളുടെ കൂമ്പാരങ്ങൾ കാണാൻ സാധിക്കും. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത അധർമ്മങ്ങളുടെ കൂമ്പാരങ്ങളും അവനെ കാണുവാൻ സാധിക്കുകയാണ്. തൻ്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ ആർത്തുല്ലസിക്കുന്ന, അട്ടഹസിക്കുന്ന നരകാഗ്നിയാണ് അവൻ്റെ മുന്നിൽ കാണുന്നത്. ആ നരകത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലെ തീയിന്റെ 70-നേക്കാൾ ഇരട്ടി അധികം ചൂടുള്ള, കത്തിച്ചാമ്പലാക്കുന്ന, ആരെ കണ്ടാലും ഗൗരവത്തോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ നരകാഗ്നി തൊട്ട്
ഇടതുഭാഗത്ത് കാണുന്ന തിന്മകളുടെ ഗൗരവവും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ എത്തിത്തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സൽസ്വഭാവവും പരിഗണിച്ച് ഇഹലോകത്ത് വെച്ച് പ്രതിഫലം നൽകുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അധർമ്മങ്ങൾ പ്രവർത്തിച്ച മനുഷ്യന് ഇഹലോകത്ത് വെച്ച് അവനും അവന്റെ ശിക്ഷകൾ, അവന്റെ തെറ്റുകൾക്കനുസരിച്ച് ശിക്ഷകൾ നൽകുവാൻ ഈ ദുനിയാവിലും സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നു മഹ്ശറ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ മഹ്ശറയിൽ വെച്ചാണ് നമ്മുടെ കർമ്മഫലങ്ങൾ അള്ളാഹു കണക്കാക്കുന്നത്. ആ കർമ്മഫലങ്ങൾ കണക്കാക്കി ഹതഭാഗ്യരായ മനുഷ്യരെ നരകാഗ്നിയിലേക്കും സ്വർഗ സന്തോഷ വാർത്ത അറിയിച്ച മനുഷ്യരെ സ്വർഗത്തിലേക്കും അനയിക്കുന്ന ആ മഹ്ശറ സംഗമത്തിൽ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. ഒരാൾക്കും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. മാതാപിതാക്കളെയും ഭാര്യമാരെയും സന്താനങ്ങളെയും എല്ലാവരെയും കാണുന്ന വല്ലാത്തൊരു രംഗം. ആർക്കും ആരെയും സഹായിക്കുവാനോ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനോ സാധിക്കാത്ത വല്ലാത്തൊരു രംഗമായിരിക്കും അത്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അടിവരയിട്ട് നമ്മോട് സൂചിപ്പിച്ചു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ആ ദിവസത്തിലുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനെയും ഏകാഗിയായി കൊണ്ടായിരിക്കും അള്ളാഹു അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇഹലോക ജീവിതത്തിൽ നമുക്കൊരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നല്ല സുഹൃത്തുക്കളും ചീത്ത സുഹൃത്തുക്കളുമായ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്ക് ഈ ദുനിയാവിലുണ്ട്. ആ സുഹൃത്ത് വലയങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഏകാഗിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിചാരണ നടത്തുമെന്നുള്ളതാണ്. നമുക്കറിയാം ഇഹലോക ജീവിതത്തിൽ ഒരുപാട് അധർമ്മങ്ങൾക്ക് തന്റെ കൂട്ടുകാരന്റെ പ്രേരണ കാരണം അകപ്പെട്ടു പോയ ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കണ്ണികൾ പ്രിയമുള്ളവരെ, ആ സുഹൃത്ത് വലയങ്ങൾ അവിടെ ഉണ്ടായിരിക്കയില്ല. അവിടെ ഉണ്ടായിരിക്കുക ഫർദൻ, ഏകാഗിയായിക്കൊണ്ട് എന്നോടുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിച്ചു തന്നു. ഏതൊരു മനുഷ്യനെയും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരോടെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊണ്ടായിരിക്കും സംസാരിക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും നേരിട്ട് അല്ലാഹു സംസാരിക്കും. ആരോടും ഭാഷ അറിയാത്ത പ്രശ്നമില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് ഓരോ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംഭാഷണം നടത്തുമെന്നുള്ളതാണ് അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കി നിങ്ങൾ, ഇഹലോക ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾക്ക് കണക്കില്ല പ്രിയമുള്ളവരെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്ക് അധർമ്മങ്ങൾക്ക് തീ കൊളുത്തിയ ഒരുപാട് മനുഷ്യരെ കാറ്റന്റെ പിന്നിലാണുള്ളത്. വർഗീയ ലഹളകളും ഒരുപാട് തിന്മകളും പ്രവർത്തിക്കുന്ന ഒരു പാറ്റം ആളുകൾ അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായാസ്ത്രങ്ങളും നീട്ടുന്ന ഒരു പിടി ആളുകളുണ്ട് കാറ്റന്റെ പിന്നിൽ പ്രിയമുള്ളവരെ. അധർമ്മങ്ങൾക്ക് തിരികൊളുത്തിയ ആ മനുഷ്യര് അവിടെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾക്ക് പ്രോത്സാഹനം നൽകുകയും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിന്റെ അടിയാറുകൾക്കും സഹായഹസ്തങ്ങൾ നീട്ടിയ ഒരുപാട് മനുഷ്യർ, അവർ ഒരുപാട് ആളുകൾ സ്നേഹനിധികളായ സമുദായ സ്നേഹികളായ ഒരുപാട് ആളുകൾ അവരും കാറ്റന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് പ്രിയമുള്ളവരെ. ആരും അറിയാത്ത മതസ്നേഹികളായ, മതത്തെ സഹായിച്ച ഒരുപാട് മാന്യദേഹങ്ങളുണ്ട്. അവരെയും അവിടെ കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുന്ന ആ സംഗമത്തിൽ മഹ്ശറയിൽ വെച്ച് അല്ലാഹു യാതൊരു പരിഭാഷകനുമില്ലാതെ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുമെന്ന് അല്ലാഹു റസൂൽ പറയുകയാണ്. നമ്മൾ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾ ഈ ഭൂമിയുടെ ഉപരിലോകത്ത് വെച്ചാണ്.
നന്മകൾ ചെയ്തവർ ഈ ഭൂമിയിൽ വെച്ചാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദിവസം, അതാണ് മഹ്ശറ എന്ന് പറയുന്നത്. ആ ഭൂമി ലോകം, ആ ദുനിയാവിൽ, ആ മഹ്ശറയിൽ വെച്ച് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമി ലോകത്ത് വെച്ചാണ് ഞാൻ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾ രാത്രിയുടെ യാമങ്ങളിലും പകലുകളിലും മതിലിന്റെ അപ്പുറത്ത് വെച്ചും രഹസ്യമായും പരസ്യമായും തന്റെ സഹോദരനെ വളരെ മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചതും, കൊല നടത്തിയതും, കളവ് നടത്തിയതും, എന്തെല്ലാം വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ടോ, ലഹരി ഉപയോഗിച്ചതും, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഏത് സ്ഥലത്ത് വെച്ച്, എവിടെ വെച്ച്, എപ്പോൾ എന്ന് കൃത്യമായി ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുമെന്നുള്ളതാണ്. കഴിഞ്ഞില്ല, ഭൂമി അതിന്, ആ ഭൂമിക്ക് ബോധനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി അത് വിളിച്ചു പറയുമെന്നുള്ളതാണ്. ഒരാൾക്കും നിഷേധിക്കുവാനോ ഒന്നും സാധിക്കാത്ത രൂപത്തിൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ ഓരോന്നായി എന്നെ വിചാരണക്കെടുക്കുമ്പോൾ എന്റെ മുമ്പിൽ ഞാൻ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളുടെ ഓരോ സമയവും സ്ഥലവും അവിടെ അല്ലാഹു പ്രദർശിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു മഹ്ശറ സംഗമമാണത്. ആ സംഗമത്തിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയുടെ മുകളിൽ വെച്ച് ആദമീയ സന്തതികളായ മനുഷ്യർ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അത് ഓരോന്നും ആ മനുഷ്യൻ ഓർമ്മയിലുള്ളതും ഓർമ്മയിലില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആ ഭൂമി വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യൻ സ്തംഭിച്ചു നിൽക്കുമെന്നുള്ളതാണ്, സ്തംഭനായി നിൽക്കുമെന്നുള്ളതാണ്. ഒന്നും പറയുവാൻ പറ്റാത്ത രൂപത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് അത് മഹ്ശറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭൂമി വിളിച്ചു പറയണം, പടച്ച റബ്ബേ, ഈ മനുഷ്യൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചതാണ് എന്ന് ഭൂമി നമുക്ക് വേണ്ടി വിളിച്ചു പറയണം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഭൂമി വിളിച്ചു പറയണം, പടച്ച റബ്ബേ, ഇന്ന സ്ഥലത്തേക്ക് ദഅവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ നടന്നു പോയിട്ടുണ്ട് തമ്പുരാനെ എന്ന് നമ്മുടെ ഭൂമികളും കാലുകളും വിളിച്ചു പറയണം. പ്രിയമുള്ളവരെ, തോന്നിവാസങ്ങൾക്ക് അല്ല നമ്മൾക്ക് ഭൂമി വിളിച്ചു പറയേണ്ടത്. അല്ലാഹുവിലും പാരത്രിക ലോകത്തിലും പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിനത്തെ പേടിക്കുകയും ആ ദിനത്തിന്റെ എല്ലാ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇഹലോകത്തേക്ക് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർ നിരന്തരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശ്രമമോ അതുപോലെ തന്നെ തളർച്ചയോ ഉറക്കമോ ഭക്ഷണമോ ആവശ്യമില്ലാത്ത രൂപത്തിൽ അല്ലാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ കുറച്ച് ജോലി ചെയ്താൽ നമുക്ക് ക്ഷീണമാണ്, ഉറങ്ങണം. പക്ഷേ ഈ മലായിക്കത്തുകൾക്ക് ഉറക്കമില്ല, ഭക്ഷണമില്ല, വിശ്രമമില്ല. അതുപോലെ അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം ചെയ്യുവാനുള്ള ഒരു പ്രകൃതിയോടുകൂടി രണ്ട് മലക്കുകളെ അല്ലാഹു നമ്മുടെ കൂടെ അയച്ചു. പ്രിയമുള്ളവരെ, അവർ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്തു കൂട്ടുന്ന നന്മകളും തിന്മകളും ഒപ്പിയെടുക്കുകയാണ്. ആ ഒപ്പിയെടുത്ത ആ രേഖയാണ് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് അവർ തരുന്നത്. അങ്ങനെ ആ തരുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ഓരോരുത്തരും അവരുടെ രേഖകൾ കൈപ്പറ്റിക്കൊണ്ട് അല്ലാഹുവിനോട് പല സങ്കടങ്ങളും പറയുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് സാക്ഷിയായി ഞാൻ തന്നെ മതി, എൻ്റെ അവയവങ്ങൾ തന്നെ എനിക്ക് സാക്ഷിയായി വേണമെന്ന് മനുഷ്യൻ അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയുമെന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന മനുഷ്യനോട് അല്ലാഹു ആ മനുഷ്യന്റെ ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ചുണ്ടിനെ സീല് വെക്കുന്നു. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم, അവരുടെ ചുണ്ടുകൾക്ക് അല്ലാഹു സീല് വെക്കപ്പെടുന്നു. ആ മനുഷ്യൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ അഭിപ്രായങ്ങളും പറയുവാനുള്ള അവസ്ഥ തരണം എന്ന് പറയുമ്പോൾ
സംസാരം കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ നഖ്തിമു അലാ അഫ്വാഹിം, ചുണ്ടുകൾക്ക് സീലി വെച്ച ആ മനുഷ്യനുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ചുണ്ടുകൾക്ക് അല്ലാഹു വിടുതൽ തുറക്കാൻ കൽപ്പിക്കുകയാണ്. ആ ചുണ്ടുകൾ തുറന്നു കഴിഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ വെച്ച് അല്ലാഹുവിനോട്, ശരീരത്തോട് പറയുകയാണ്, ശരീരമേ, നിനക്ക് വേദന വന്ന സന്ദർഭത്തിൽ, നിനക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നുവോ ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഞാൻ നിന്നെ ശുശ്രൂഷിക്കുകയും നിനക്ക് വേണ്ടുന്ന എല്ലാ മരുന്നുകളും വാങ്ങിത്തന്ന് എന്റെ ശരീരത്തെ ഞാൻ പുഷ്പിച്ചല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഈ സന്ദർഭത്തിൽ എനിക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറയുന്നു എന്ന് ആ മനുഷ്യൻ നമ്മുടെ ദേഹങ്ങളിലേക്ക് നോക്കി, കൈകാലുകളിലേക്കും കണ്ണുകളിലേക്കും ചെവികളിലേക്കും ദേഹത്തിലേക്കും നോക്കി ആ മനുഷ്യൻ പറയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദേഹങ്ങൾ അവിടെ വെച്ച് അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നു, മനുഷ്യനോട് വിളിച്ചു പറയുന്നു, മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാണ് ഞങ്ങളുടെ ശരീരത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. ആ റബ്ബിന്റെ ബോധം ഞങ്ങൾക്ക് കിട്ടി. സംസാരിക്കുവാൻ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നീ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളുണ്ടല്ലോ, അത് വിളിച്ചു പറയുവാൻ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചു. അതല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആ മനുഷ്യനോട് ആ നമ്മുടെ അവയവങ്ങൾ അവിടെ വെച്ച് പറയുമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ രംഗം ഗൗരവമാണ്. മഹ്ശറിലെത്തുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ബോധവാന്മാരാവണം പ്രിയമുള്ള. അതിന് മുമ്പ് അവിടേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അവിടേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ഇവിടെ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിനങ്ങൾ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. സത്യവിശ്വാസികളായ മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവേ ഞങ്ങളെ റമദാനിലേക്ക് എത്തിപ്പിക്കണമേ എന്ന്. എന്തിനാണ് ഈ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത് പ്രിയമുള്ളവരെ? ഞാൻ സൂചിപ്പിച്ചല്ലോ, മഹ്ശറ മഹാസംഗമത്തിൽ അവിടെ രക്ഷ കിട്ടുവാൻ അല്ലാഹു ഇഹലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി, ആരാധനകൾ കൊണ്ട് അലങ്കരിച്ച്, മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിപ്പെടുത്തി, ആരാധനകളിൽ വരുന്ന എല്ലാ തളർച്ചകളെയും മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കരഗതമാക്കുന്നതിന് അള്ളാഹു ആദമീയ സന്തതികൾക്ക് നൽകിയ വല്ലാത്തൊരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. എന്താ വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ റമദാൻ അവതീർണമായ മാസമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങൾ വായിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്നു, കേൾക്കുന്നവന് പ്രതിഫലം കിട്ടുന്നു, അത് മനഃപ്പാഠമാക്കിയവർക്ക് പ്രതിഫലം കിട്ടുന്നു, അതിന് പ്രചോദനം നൽകുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം കിട്ടുന്നു. അങ്ങനെയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അത് അവതീർണമായ വിശുദ്ധ റമദാൻ. ആ അവതീർണമായ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും വൃത്തിയാക്കുകയും വന്നുപോയ പാകപ്പിഴവുകൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുവാൻ പറ്റിയ വല്ലാത്തൊരു സന്ദർഭമാണിത്. നമുക്കറിയാം, നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന പിഞ്ചോമന മക്കളോട് ചോദിച്ചാൽ അറിയാം എന്നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന്. ആ കുട്ടി പറയും റമദാൻ മാസത്തിലാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് അതിൻ്റെ ആരംഭം കുറിച്ചത് എന്ന്. ഏതൊരു ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും അവൻ പറഞ്ഞു തരും വിശുദ്ധ ഖുർആൻ റമദാനിലാണ് ഇറങ്ങിയത് എന്ന്. നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരന്മാരായ ഒരു പറ്റം സഹോദരന്മാർ വിശ്വസിക്കുന്നത് ശഅബാൻ 15-ന് ആ രാവിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ബറാത്ത് രാവ് എന്നും പല പേരിലും അറിയപ്പെടുകയും
പല നമസ്കാരങ്ങളും പല നോമ്പുകളും നടത്തി ആ ദിവസത്തെ റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണ രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈഫായ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പിഞ്ചോം ഒരു സൂറത്ത് തന്നെ അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഞാൻ ഈ വിശുദ്ധ ഖുർആനിനെ ഇറക്കി എന്ന് ഒരു സൂറത്ത് തന്നെ അവതരിച്ചുകൊണ്ട് അല്ലാഹു പ്രഖ്യാപിച്ചതാണ്. എന്നിട്ട് നമ്മുടെ സഹോദരന്മാർ ഷഹബാൻ 15 രാവിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നുള്ള ഭാവത്തിലും രൂപത്തിലും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമേ, അല്ലാഹു എല്ലാ ബിദ്അത്ത് അനാചാരങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന് സൂചിപ്പിച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത പ്രിയമുള്ളവരെ, നാളെ മഹ്ശറായ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ ഹതഭാഗ്യരായ മനുഷ്യർ ചങ്ങലകളിൽ ബന്ധിച്ച് നരകാഗ്നിയേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ്റെ വിചാരണ കഴിഞ്ഞു, ചുണ്ടുകൾക്ക് ശീല വെച്ചു, അത് തുറന്നു, അങ്ങനെ എല്ലാ കർമ്മങ്ങളും പരസ്യമാക്കി അവൻ ഹതഭാഗ്യനാണ്, അവൻ നരകത്തിലേക്കുള്ള പ്രവേശനമാണ് അവർക്ക് കിട്ടിയത് എങ്കിൽ ചങ്ങലകളിൽ ബന്ധിസ്ഥനാക്കി അവനെ ആ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ രക്ഷയില്ല, വിചാരണ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് തടസ്സവാദങ്ങളുമായി ഒരാൾ അവിടെ വരികയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത, അതിന് വേണ്ടി പ്രോത്സാഹനങ്ങൾ നൽകിയ, അത് പകലും രാത്രിയും അതിന് വേണ്ടി നിരന്തരമായി ഓടി നടന്ന, ആ വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമോടിയ ആ മനുഷ്യനായിരിക്കാം ഒരു പക്ഷേ അവന്റെ ചില കർമ്മങ്ങൾ കാരണം അവൻ നരകാഗ്നിയിലേക്ക് പോവുകയാണ്. ആ സന്ദർഭത്തിൽ തടസ്സവാദവുമായി നാം ഓതിയ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ആയത്തുകൾ ആ തടസ്സവാദങ്ങളുമായി അവിടെ വന്നു നിൽക്കുകയാണ്. അല്ലാഹുവേ, ഈ അടിയാൻ ദേഹേച്ഛകളെ മാറ്റിവെച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്റെ ഗ്രന്ഥമായ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത അടിമയാണ് റബ്ബേ. അവന്റെ ദേഹേച്ഛകൾ അവൻ വലിച്ചെറിഞ്ഞിരുന്നു. നിന്റെ വേദഗ്രന്ഥം വായിക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി റബ്ബേ ഈ മനുഷ്യനെ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ, പ്രിയമുള്ളവരെ, നാം ഓതുന്ന വിശുദ്ധ ഖുർആൻ തടസ്സവാദങ്ങളുമായി നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമെന്നുള്ളതാണ്. ഏതാണ് വിശുദ്ധ ഖുർആൻ? അല്ലാഹുവിന്റെ കലാം. ആ കലാം തടസ്സവാദവുമായി വരികയാണ്. ഒരു പക്ഷേ റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരുപക്ഷെ ആ ശുപാർശ സ്വീകരിച്ച് ആ അടിയാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ നമുക്ക് ഒരു ആശ്വാസമായി സന്തോഷ വാർത്തയാണ് പ്രിയമുള്ളവരെ, റമളാൻ ഇറങ്ങി, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമളാനിന്റെ പുണ്യദിന രാത്രങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണത്തിന് വേണ്ടി ചിലവഴിക്കുക. മറ്റൊരു കാര്യം, നാളെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ ചില വ്യക്തികളുടെ മാതാപിതാക്കളുടെ തലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കിരീടങ്ങൾ കൊണ്ടുവെക്കുന്നു. തലയ്ക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ, അവരവരുടെ പാപഭാരങ്ങൾക്കനുസരിച്ച് വിയർപ്പുകളിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യൻ. ആ സന്ദർഭത്തിൽ ചില ആളുകളുടെ തലകളിൽ കിരീടം ധരിപ്പിക്കുകയാണ് അല്ലാഹു. ആ കിരീടം ധരിപ്പിച്ച മനുഷ്യർ ആലോചിക്കുകയാണ്, എന്താണ് ഇതിന്റെ അവസ്ഥ, ഞങ്ങൾക്ക് മാത്രം ഒരു കിരീടം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നു, അടിയാനെ, നീ എന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും നിന്റെ മക്കളെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് വളർത്തുകയും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി നിന്റെ മക്കളെ നീ തയ്യാറാക്കുകയും ചെയ്തില്ലേ? അതിന് നിനക്കൊരു സമ്മാനമാണിത്. എന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നിന്റെ അരുമ സന്താനങ്ങളെ നീ വളർത്തിയെടുത്തില്ലേ? അതിന് നിനക്കൊരു സമ്മാനമാണ് ഇത് കേട്ടോ എന്ന് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ധരിക്കാൻ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കിരീടം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ? പ്രിയമുള്ളവരെ, ഒരുപാട് മക്കളും ആൺമക്കളും പെൺമക്കളും നമുക്കുണ്ടല്ലോ. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയും കൈക്കൂലി കൊടുക്കുകയും കരിഞ്ചന്തയിലും ഏത് മാർഗമുണ്ടോ അതെല്ലാം അന്വേഷിച്ച് അവർക്ക് ഒരു പോസ്റ്റ് കിട്ടുവാനും സീറ്റ് കിട്ടുവാനും നമ്മളെല്ലാവരും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാരത്രിക ലോകത്ത് മഹ്ശറയിൽ നമുക്കൊരു
കാരണമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ അവരെ മനസ്സിന് സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് കൺകുളിർമ നൽകുന്ന മക്കളാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة